ആപ്കി അദാലത്തിൽ നേതാവും അഭിനേതാവുമായ രാജ് ബബ്ബറിന്റെ മേലുള്ള കുറ്റാരോപണം രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം ഒരു കള്ളത്തരത്തിന്റെ പ്രതിബിംബമാണ് എന്നുള്ളതാണ്. രാജ് ബബ്ബർ സാർ, താങ്കളുടെ വളരെ അടുത്ത സുഹൃത്താണ് സഞ്ജയ് ദത്ത്. താങ്കൾ സമാജ്വാദിയിലുള്ളപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മുലായം സിംഗ് യാദവ് താങ്കളെ രാജ്യസഭയിലേക്ക് പറഞ്ഞുവിട്ടു. 2 പ്രാവശ്യം നിയമസഭാ ഇലക്ഷനിൽ താങ്കളെ നിർത്തി. പക്ഷെ അദ്ദേഹത്തിന് താങ്കളുടെ സഹായം ആവശ്യമുള്ള സമയത്ത് താങ്കൾ അദ്ദേഹത്തിന്റെ മുതുകിൽ കുത്തിയെന്നാണ് പറയുന്നത്. സഞ്ജയ് ദത്തിനെ കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛനെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഒരു യഥാർത്ഥ കാര്യത്തിനു വേണ്ടി പോരാടണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ പോരാടി. അതൊരു ടാറ്റ പോരാട്ടമായിരുന്നു. അതായത് അത് വക്കീലില്ലാതെ നിയമത്തെ എതിർക്കുന്ന ഒരു പോരാട്ടമായിരുന്നു. അതിൽ നിന്നും സഞ്ജയ്ക്ക് തീർച്ചയായും പ്രയോജനമുണ്ടായി കാണുമെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ആദർശത്തിനു വേണ്ടിയാണ് പോരാടിയത്. മുലായം സാറിനെക്കുറിച്ച് പറയണമെങ്കിൽ, മുലായം സാറാണ് എന്നെ വിളിച്ചത്. ഞാനും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അതിനുവേണ്ടി പോയി. പൂർണ്ണ മനസ്സോടുകൂടിയാണ് അതിനു പോയത്. എത്ര കഠിനാധ്വാനം അദ്ദേഹം ചെയ്തു, അതുപോലെ ഇത് അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. രാജു ബബ്ബർ കഠിനാധ്വാനം ചെയ്യുന്നെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ മഹാമനസ്കതയാണ്. ഞാൻ ചോദിക്കാതെ തന്നെ അദ്ദേഹം എന്നെ നേതാവാക്കി. അത് അദ്ദേഹത്തിന്റെ മഹാമനസ്കതയാണ്. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഊട്ടിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു. അദ്ദേഹം ഫോൺ ചെയ്ത് എന്നെ വരാൻ പറഞ്ഞു. ഞാൻ വന്നു. പേപ്പേഴ്സ് എല്ലാം ഫില്ല് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് പദവി നൽകി. പാർലമെന്റിലേക്ക് വന്നതിന് ശേഷം എന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കി ഞാൻ അധ്വാനിക്കാൻ തുടങ്ങി. അത് നല്ല പ്ലാറ്റ്ഫോമാണ്. അതെനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ നന്നായി അധ്വാനിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ഏത് ആദർശത്തോട്, സിദ്ധാന്തത്തോട് ബന്ധമുള്ളവനായിരുന്നെങ്കിലും, ആദർശവുമായി ബന്ധമുള്ളവനായിരുന്നെങ്കിലും, അതെനിക്ക് ഏതെങ്കിലും വിധത്തിൽ അനീതിയാണെന്ന് തോന്നിയാൽ അതിനെ ഞാൻ ചോദ്യം ചെയ്യും. അതായത് പറയുകയാണെങ്കിൽ, ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ലോകയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞു തന്നിരുന്നു, നമ്മുടെ സ്വരം അടങ്ങിപ്പോകരുത്, പുറത്ത് കേൾക്കും വിധം സംസാരിക്കാൻ ധൈര്യം വേണമെന്ന്. ഞാൻ ആ സത്യമാണ് ഉറക്കെ പറഞ്ഞത്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിട്ടില്ല. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കക്ഷിയിൽ നിന്നും എന്നെ മാറ്റിയത്. പക്ഷെ ഇപ്പോഴാണെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുമ്പോൾ വളരെ ബഹുമാനത്തോടെ മുലായം സിംഗ് സാർ എന്നേ പറയാറുള്ളൂ. അദ്ദേഹത്തെ ഞാനൊരു ഗുരുവായാണ് കണ്ടത്. ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ഞാൻ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇതൊരു നന്ദിയില്ലാത്ത പ്രവൃത്തിയാണെന്ന് കാണുന്ന ജനങ്ങളൊക്കെ കരുതുകയില്ലേ? അതായത് മുലായം സിംഗ് യാദവിന്റെ മകനായ അഖിലേഷ് യാദവിന്റെ വൈഫ് അവർ ഇലക്ഷനിൽ നിൽക്കുന്ന സ്ഥലത്ത് രാജ് ബബ്ബർ ഇലക്ഷനിൽ നിൽക്കുന്നു. അദ്ദേഹം അവരെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ഫിറോദാബാദിലേക്ക് ബൈ ഇലക്ഷന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആരുമില്ലായിരുന്നു. പുറത്തുള്ള ഒരാളായിരുന്നു ഇലക്ഷന് നിന്നത്. പക്ഷെ ഞാൻ നിന്ന ശേഷം 26 ഓഗസ്റ്റ് എന്റെ അനൗൺസ്മെന്റ് വന്നു. പിന്നെ 4 സെപ്റ്റംബറിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും ഒരു പെണ്ണ് വന്ന ഇലക്ഷനിൽ നിന്നു. എനിക്കെതിരായി നിന്നു. സോ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ ഇലക്ഷനിൽ നിന്നു. അവിടെ നിന്ന് പിന്മാറാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഫരീദാബാദ് ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. ആ ഇലക്ഷനിൽ ഞാൻ ജയിച്ചു. രാജു ബബ്ബർ ജയിച്ചെന്ന് ഞാൻ പറയില്ല. അവരെന്നെ ജയിപ്പിച്ചു. പക്ഷെ ഇപ്രാവശ്യം ജയിച്ച സീറ്റിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതെ എന്ന് അവർ എന്നോട് പറഞ്ഞതും, കുടുംബത്തിൽ നിന്നും രാം ഗോപാൽ സാറിന്റെ മകൻ നിൽക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. രാം ഗോപാൽ സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ശരിയാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ജയിച്ച സീറ്റ് വിട്ടേച്ചു വന്നു. സോ ഞാൻ അവർക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല. അവരെ തോൽപ്പിക്കാൻ എനിക്ക് എന്താ അർഹതയാണുള്ളത്? അതായത് ജനറൽ ഇലക്ഷനിൽ എനിക്ക് 5000 വോട്ട് കിട്ടി. ജനറൽ ഇലക്ഷനിൽ 6 മാസത്തിന് ശേഷം എന്നെ അതേ സ്ഥലത്ത് 85,000 വോട്ട് ഡിഫറൻസിൽ ജയിപ്പിച്ചു. ഇത് അവിടുത്തെ ജനങ്ങളുടെ തീരുമാനമാണ്. അവരാലോചിച്ച് തീരുമാനിച്ചു. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരോ അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായ ഒരു പാർട്ടിയോ ഒന്നുമില്ലായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസം മാത്രമാണ്. ഞാൻ ആ ഇലക്ഷനിൽ നിൽക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ആ ഇലക്ഷനിൽ നിന്നു. അവിടുത്തെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു. ഞാനായി ഒന്നും ചെയ്തിട്ടില്ല. വാക്കുകളൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ താങ്കൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, മുലായം സിംഗ് യാദവിനെ കുറിച്ചാണ്. ഒരു ജാതിയിലുള്ള ക്രൂരന്മാർ അവർ സോഷ്യലിസത്തിനെ കുറിച്ച് ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുകയാണ്. ഇത് ന്യായമാണോ എന്ന് ചോദിക്കുന്നു. മുലായം സിംഗിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒരു പ്രബോധകൻ എന്ന് പറയുന്നില്ല. അതേപോലെ മുലായം സിംഗിന്റെ കുടുംബം എന്നും പറയുന്നില്ല. ഞാൻ ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്ററാണ്. അദ്ദേഹം ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് നേതാവായി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊരു വലിയ പാർട്ടിയായി മാറി. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവര് പറയുന്ന ഈ സോഷ്യലിസം കുടുംബത്തിലുള്ള 12 പേർക്കുള്ളിൽ അടങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 12 പേർക്കുള്ളിലാണ് ആ സോഷ്യലിസം ഉള്ളത്. പുറത്തുള്ള ആർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മുലായം സാർ എന്തു പറഞ്ഞു അതാണ് ഞാനും പറഞ്ഞത്. മുലായം സാർ പറഞ്ഞു,
ഈ ഗവൺമെന്റ് കൊള്ളയടിക്കുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടെന്നു പറഞ്ഞു. അതായത് ഇതെല്ലാം അദ്ദേഹം ക്യാമറയുടെ മുൻപിൽ വെച്ചാ പറഞ്ഞത്. ഈ സർക്കാരും നമ്മളും കൊള്ളയടിക്കുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞു. ഞാനും അതാ പറഞ്ഞത്. സമാജ്വാദി പാർട്ടിക്ക് കൊള്ളയടിക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല. മുലായം സിംഗ് സാർ പറഞ്ഞു ഇവിടുത്തെ മന്ത്രിമാർ ഭൂമി കയ്യേറുന്നു എന്ന്. ഞാനും അതാ പറഞ്ഞത്. ഈ സർക്കാർ ജനങ്ങളുടെ ഭൂമി അപഹരിക്കുന്നു എന്ന്. വിശദമായി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജനങ്ങളുടെ മധ്യത്തിൽ പോയി നിന്ന് പറഞ്ഞു. അത്ര തന്നെ. താങ്കൾ മുലായം സിംഗ് യാദവിനെ ഇത്രത്തോളം ഫോളോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം താങ്കളെ MLA ആക്കി, അതുപോലെ ചോദിക്കാതെ തന്നെ രാജ്യസഭയിലേക്ക് അയച്ചു. അപ്പൊ ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ കൂടെയല്ലേ താങ്കൾ നിൽക്കേണ്ടത്? നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ കൂടെ നിർത്താത്തപ്പോൾ ഞാനതെങ്ങനെ ആഗ്രഹിക്കാം. ഒരുപക്ഷെ താങ്കൾക്ക് സമാജ്വാദി പാർട്ടിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട്, മുലായം സിംഗിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി താങ്കളെ ഉത്തർപ്രദേശിൽ നിർത്തിയതാണോ? അല്ലല്ല. ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടാണ് പാർട്ടി എനിക്ക് ആ പദവി നൽകിയിരിക്കുന്നത്. ഈ അധ്വാനത്തിൽ വിശ്വസിച്ചാണ് ഞാൻ ആദ്യം മുംബൈയിലേക്ക് പോയത്. ഇതേ അധ്വാനം തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിലും നൽകുന്നത്. എന്റെ അധ്വാനത്തിന്റെ ഫലം എനിക്ക് ലഭിക്കുന്നു. ഫലം കിട്ടിയതായിട്ട് താങ്കൾ പറയുന്നു, പക്ഷേ താങ്കൾ പറ്റിച്ചതായിട്ടാണ് ഷിർപൽ യാദവ് പറയുന്നത്. ഷിബാൽ വളരെ ചെറുപ്പമാണ്. അദ്ദേഹം മുലായം സിംഗിനെ പോലെ ഭരിക്കണമെന്ന് വിചാരിച്ചു. അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അഖിലേഷ് യാദവ് പറയുന്നത് അദ്ദേഹം ഉരുണ്ടുകൊണ്ടേയിരിക്കും, ഉരുട്ടാൻ അനുവദിക്കുക. അമ്മാവൻ അളിയന് വേണ്ടി എന്തു വേണമെങ്കിലും പറയാം. ഇത് സത്യമാണോ? താങ്കൾ ഉത്തർപ്രദേശിൽ ഇലക്ഷനിൽ നിൽക്കണമെന്ന് തീരുമാനിച്ചത് സോണിയാഗാന്ധിയാണ് എന്ന് പറയുന്നത്? അതായത് പറയുകയാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അതായത് കുടുംബം എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളും കുടുംബത്തിലുള്ള എല്ലാവരും അറിയുമല്ലേ. ഒരുപക്ഷെ കുടുംബത്തിലുള്ള ഒരു അംഗവും എനിക്കെതിരെ ഒന്നും പറയാത്തതുകൊണ്ട്, അതായത് ഉത്തർപ്രദേശിൽ ഞാൻ ഇലക്ഷനിൽ നിൽക്കുന്നതിനെ പറ്റി പ്രിയങ്ക മേഡത്തിന് അത് ശരിയാണെന്ന് തോന്നിക്കാണാം. അല്ല, താങ്കൾ ജയിച്ചതിന് ശേഷം പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിക്ക് മാത്രം നന്ദി പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ കുടുംബത്തിലുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞു. സോണിയ മേഡം, രാഹുൽ സാർ, പ്രിയങ്ക മേഡം. കാരണം രാഹുൽ സാറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ചോദിക്കാൻ കാരണം അത്രത്തോളം വലിയൊരു ഇമ്പാക്റ്റ് ആണോ പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ സൃഷ്ടിച്ചിരിക്കുന്നത്? പ്രിയങ്ക മേഡത്തിന്റെ ഇമ്പാക്റ്റ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല എന്റെ അഭിപ്രായത്തിൽ സോണിയ മേഡം, രാഹുൽ സാർ, പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാം വേർപെട്ട വ്യക്തിത്വങ്ങളാണ്. ഇവരെല്ലാം ഇൻഡിവിജ്വൽസ് ആണ്. എന്നാൽ ഈ കുടുംബത്തിൽ ഞാനൊരു അംഗമായിട്ടാണ് എന്നെ കാണുന്നത്. കാരണം ഈ കുടുംബം ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കുടുംബം കോൺഗ്രസിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ ഒരു എതിർ അഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല ഇന്ന് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പുകച്ചൽ ഉണ്ട് എന്ന കാര്യം, ഈ കാര്യത്തിൽ പ്രിയങ്ക മേഡം ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ശക്തമായ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ സംഭവിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ കുടുംബം അത്രത്തോളം താങ്കൾക്ക് ബഹുമാനം നൽകിയിരിക്കുന്നു, താങ്കളെ ഒരു വലിയ നേതാവാക്കി. പക്ഷേ ഒരു മുഖ്യമന്ത്രിയാകാൻ വേണ്ടി താങ്കളുടെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല? എന്റെ അഭിപ്രായത്തിൽ ഉത്തർപ്രദേശിൽ അധികം എക്സ്പെരിമെന്റ്സ് അവർ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെപ്പോലെ ഒരാളെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് അവരൊരിക്കലും ചെയ്യില്ല. എനിക്കറിയുന്ന ജോലിയിൽ ഞാൻ വിദഗ്ധനാണെന്ന് എല്ലാവരും അറിയാം. ഈ ചോദ്യം താങ്കൾ അവോയ്ഡ് ചെയ്യണം. ഉത്തർപ്രദേശിൽ ജയിച്ച ഒരു പാർട്ടിയായ സമാജ്വാദി പാർട്ടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി, നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു, സ്പോക്ക് പേഴ്സൺ ആയിരുന്നു. മാത്രമല്ല താങ്കൾ ഒരു സ്റ്റാർഡമാണ്, താങ്കൾക്കൊരു ഗ്ലാമർ ഉണ്ട്. എല്ലാരെയും വിട്ടിട്ട് 78 വയസ്സുള്ള ഷീലാ ദീക്ഷിതിനെ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരേണ്ട ഉദ്ദേശം എന്താണ്? ആദ്യം അവർ ഡൽഹിയല്ല, സത്യത്തിൽ അവർ ഉത്തർപ്രദേശിൽ നിന്നാണ് ഡൽഹിയിലേക്ക് വന്നത്. പിന്നെ അവരുടെ രാഷ്ട്രീയ ജീവിതം കണ്ണോച്ചിൽ നിന്നാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഈ കുടുംബം കണ്ണോച്ചിലെ ഉണ്ണാവിനേക്കാളും ശ്രദ്ധിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ഉമാശങ്കർ ദീക്ഷിത്തിന്റെ കുടുംബം ഉത്തർപ്രദേശിൽ എപ്പോഴും ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബമാണ്. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും, ഇവിടെയുള്ളവരെല്ലാം ഡൽഹിക്കാരാണ്, അങ്ങോട്ട് വന്നു പോകുന്നവരാണ്.
നമ്മൾ പുസ്തകങ്ങളിലും പിന്നെ ചരിത്രത്തിലും കണ്ടിട്ടുണ്ട്. ഡൽഹിയുടെ മുഖം ആവിഷ്കരിച്ചത് മുഗൾ രാജാക്കന്മാരാണ്. വലിയ വലിയ കെട്ടിടങ്ങളും ഡെവലപ്മെന്റ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനൊരു പുതിയ മുഖം ബ്രിട്ടീഷുകാർ വന്ന് നൽകി. അതായത് ലൂട്ടൻസ്, അവിടെയുള്ളവർ, ഇവിടെയുള്ളവർ, സൗത്ത് ഡൽഹിയിലുള്ളവർ. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അതിന്റെ മുഖം മാറ്റിയത് ഷീല ദീക്ഷിത് ആണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും സത്യസന്ധമായി സമ്മതിക്കണം. ഞാൻ തെറ്റായി ഒന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ ഉത്തർപ്രദേശിലെ സ്ഥലം ഇഞ്ചസായിട്ട് വിൽക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഒരാൾ ഭരണം പിടിച്ച് മുഖ്യമന്ത്രിയായി ഭൂമിയുടെ നിലവാരമുയർത്തി അത് വിൽക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിന് പുരോഗതി വേണം, അനുഭവങ്ങൾ വേണം. മാത്രമല്ല കോൺഗ്രസ് പാർട്ടി അവിടുത്തെ ജനങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നു. ഒരുപക്ഷെ വീട്ടിലുള്ള മരുമകളോ യുവാക്കളോ ഒരുപക്ഷെ അവർക്ക് ആ കുടുംബം പുലർത്താൻ പറ്റിയില്ലെങ്കിൽ ആ വീടിന്റെ താക്കോൽ മുതിർന്നവർക്ക് നൽകും, നിങ്ങൾ നോക്കിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഷീല ദീക്ഷിതിന്റെ കയ്യിലേക്ക് ഉത്തർപ്രദേശ് കിട്ടിയാൽ അത് നന്നാകുമെന്നാണ് എന്റെ അഭിപ്രായം. അവർ അനുഭവസ്ഥയാണ്. ഈ കുടുംബം അവർ നന്നായി താങ്കൾ പറയുന്ന ഈ സ്ത്രീ 47 വയസ്സുള്ള അഖിലേഷ് യാദവിനെതിരായിട്ട് മത്സരിക്കാൻ പോവുകയാണോ? സാറേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 43 വയസ്സായ ഒരു യുവാവിനോട് ഒരു വയസ്സായ സ്ത്രീക്ക് പോരാടാൻ പറ്റുമെന്ന്? അവരുടെയൊക്കെ ആശീർവാദം ഉണ്ടാവും. പക്ഷെ ഷീല മേഡമാണ് വീട് നിർവഹിക്കുക. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഉത്തർപ്രദേശ് ഷീല മേഡം ഭരിക്കും. മുലായം സിംഗ് യാദവിന് 76 വയസ്സേ ആയിട്ടുള്ളൂ. ഇത് സത്യമാണോ ഷീല ദീക്ഷിതിനെ കൊണ്ടുവന്നത് ബ്രാഹ്മണീയ മുഖം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന്? അതായത് രാജ്ബബർ OBC ആണ്, അദ്ദേഹം ബ്രാഹ്മണനല്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കെന്നെ മനസ്സിലായി. അതിനു മുൻപ് ഞാൻ ഇൻസാഫ് കി തറാസ് എന്ന പടത്തിൽ അഭിനയിക്കുമ്പോൾ രമേശ് എന്ന് വിളിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ അഭിനയിച്ച പടത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പേര് വിളിക്കും. ചിലപ്പോൾ വില്ലൻ എന്ന് പറയും, ചിലപ്പോൾ ഹീറോ എന്ന് പറയും. പിന്നീട് ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്റെ പേര് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിന്റെ പുരോഗതി ഒരു മതത്തിന്റെ വലയത്തിനുള്ളിൽ ആകാൻ പാടില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടിയിരിക്കണം. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല കാര്യമല്ലേ? നിങ്ങൾ കോൺഗ്രസിന്റെ മുഖം, ഷീല മേഡത്തിന്റെ മുഖം ഒരു ബ്രാഹ്മണ മുഖമായി കണ്ടാൽ, എന്നെ OBC ആയി കണ്ടാൽ, അപ്പോൾ സഞ്ജയ് സിംഗ് ഠാക്കൂർ, പിന്നെ വേറെ കുറെ മന്ത്രിമാരുണ്ട്, അവരെല്ലാവരും മുസ്ലിംസ് ആണ്. മറ്റു രണ്ട് കാര്യം ഞാൻ പറയാം. താങ്കളുടെ ടീമിൽ ഇമ്രാൻ മസൂദ്, അദ്ദേഹമാണ് നരേന്ദ്രമോദിയെ ഞാൻ തുണ്ടുതുണ്ടായിട്ട് വെട്ടുമെന്ന് പറഞ്ഞത്. അതായത് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷെ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വീഡിയോയിലുണ്ട്. ലോകത്തുള്ളവരെല്ലാം കണ്ടു കഴിഞ്ഞു. അതായത് എന്റെ അറിവിൽ എന്താണെന്ന് വെച്ചാൽ ഈ കാര്യം എല്ലാവരും അറിഞ്ഞതും അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു, ഈ കാര്യത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷമിക്കാൻ പറ്റില്ല എന്നതാണ് എന്റെ അഭിപ്രായം. അറിയാതെ വന്ന വാക്കുകൾക്കെല്ലാം ക്ഷമ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. പക്ഷെ ഞാനിങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിൽ നിന്നും ആരെങ്കിലും പറഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വ്യക്തിയുമുണ്ട്, രാജാ റാംപാൽ, താങ്കളുടെ ടീമിൽ. ലോകസഭയിൽ പണം വാങ്ങിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചെന്നുള്ളൊരു കുറ്റാരോപണം അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചു. എന്നെ ആരും ഇങ്ങനെ അകപ്പെടുത്തരുതെന്നാ എന്റെ ഭയം. അല്ല, അതിനുശേഷം അവിടെ സ്പീക്കർ സാർ വന്ന് എൻക്വയറി നടത്തി. അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റാരോപണം തെളിഞ്ഞില്ല. അതോടൊപ്പം അദ്ദേഹത്തിന് ഇലക്ഷനിൽ നിൽക്കാൻ അനുമതി ലഭിച്ചു. അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. സോ ഈ പെർസെപ്ഷനിൽ എന്ത് നടക്കും, പിന്നെ എൻക്വയറിക്ക് ശേഷം എന്ത് നടന്നു, അത് തെളിയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇലക്ഷനിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട ആ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. പ്രശാന്ത് കിഷോറിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു.
ആദ്യം നരേന്ദ്രമോദിയോടൊപ്പം പിന്നെ നിതീഷ് കുമാറിനോടൊപ്പം ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെ കമ്പൈനായിട്ട് ഉത്തർപ്രദേശിലുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാക്കി പ്രൊജക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്റെ അറിവിൽ ഈ കാര്യം പാർട്ടിയിലുള്ള ആരുടെ ചെവിയിലും ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹം ആരോട് പറഞ്ഞു എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല. പിന്നെ പ്രശാന്ത് കിഷോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ഉപദേശം വേണമെങ്കിലും നൽകാം. പക്ഷെ അങ്ങനെ ഒരു ആലോചന പാർട്ടിയിലുമില്ല, പാർട്ടി അംഗങ്ങളിലുമില്ല. മറ്റൊരു കാര്യം ഞാൻ കേട്ടിരുന്നു, പ്രിയങ്ക ഗാന്ധിയെ പ്രൊജക്ട് ചെയ്തിരുന്നെങ്കിൽ അത് പാർട്ടിക്ക് ഗുണമായിരിക്കുമെന്ന്. പറഞ്ഞത് ശരിയാണോ? അതായത് പറയണമെങ്കിൽ ഇത് പ്രിയങ്ക മേഡത്തിന്റെ സ്വന്തം തീരുമാനമാണ്. ആർക്ക് വേണമെങ്കിലും അവർക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ചന്ദ്രനിലേക്ക് പോകാം എന്നൊക്കെ പറയാം. എന്തിന് ചൊവ്വാഗ്രഹത്തിലേക്ക് പോകാമെന്നും പറയാം. പക്ഷെ അതൊന്നും ഒരു വലിയ കാര്യമല്ല. ആ തീരുമാനം ആരെടുക്കണോ, അതിനെക്കുറിച്ച് ആര് ചിന്തിക്കണോ അവര് വേണം പറയാൻ. എല്ലാ തീരുമാനങ്ങളും അവര് വേണം എടുക്കാൻ. എങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്താണ് കരുതുന്നത്? ഏത് കാര്യത്തെക്കുറിച്ച്? ആരെ പ്രൊജക്ട് ചെയ്യുന്നതെന്നുള്ളത്. എന്റെ അഭിപ്രായത്തിൽ രാഹുൽ സാർ ഇപ്പോഴുള്ള ഇന്ന ദിവസം ഒരു മുഖമുണ്ട്. അതായത് ഒതുക്കപ്പെട്ട കൃഷിക്കാർക്കും യുവാക്കൾക്കും വേണ്ടി പോരാടുന്ന ഒരു മുഖം. അദ്ദേഹം ഒരിക്കലും വാക്കുകളുടെ വലയത്തിൽ അകപ്പെടില്ല. അദ്ദേഹം ഭൂമിയിലാണ് ആ പോരാട്ടം നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണം, അതിന്റെ നന്മതിന്മകളെക്കുറിച്ചും ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഒരു ചട്ടക്കൂട്ടിൽ അടച്ചിടാൻ ശ്രമിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെയുള്ള പഞ്ചായത്താണ് നടത്തുന്നത്? കട്ടിൽ പഞ്ചായത്ത് നടത്തി അവസാനം കട്ടിലെടുത്തോണ്ട് പോകും. അത് പിന്നെ പറയുകയാണെങ്കിൽ പഴഞ്ചൊല്ലി കേൾക്കാൻ നന്നായിരിക്കും. അതായത് ഇരുന്ന കട്ടിൽ എടുത്തുകൊണ്ടുപോയി എന്നതൊക്കെ. പക്ഷെ ആ വേദനയും നമ്മൾ മനസ്സിലാക്കണം. അതായത് 27 വർഷമായി ഉത്തർപ്രദേശിന്റെ അവസ്ഥ എന്താണ്? വ്യവസായികൾ ഏത് കട്ടിലാണോ ഇരിക്കുന്നത് ആ കട്ടിലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. എഴുന്നേറ്റ് പോകുമ്പോൾ ആ കട്ടിൽ തന്റെ തലയിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്റെ മോട്ടോർ സൈക്കിളിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്റെ സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ടു പോകും. അതിന്റെ പുറകിലുള്ള വേദന നിങ്ങൾ മനസ്സിലാക്കണം. അവരിന്ന് ഏത് അവസ്ഥയിലാണുള്ളത്? ആ കട്ടിലിന് വലിയ വിലയൊന്നും കാണില്ല. അതും അവിടെ ഇട്ടിരുന്ന ആ കട്ടിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനും അത് കെട്ടിയെടുത്തുകൊണ്ട് അവന്റെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോവില്ല. അത് അവിടെ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അത് ആര് എടുത്തുകൊണ്ടുപോയി, ആര് വിട്ടേച്ചു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ കട്ടിലിൽ ആരുടെ പേരും എഴുതിയിട്ടില്ലല്ലോ. കസേരകളിൽ പേരെഴുതി ഇന്നാൾ വേണം ഇവിടെ ഇരിക്കാൻ എന്ന് എഴുതി വെക്കോ. അതുപോലെ എന്ത് തന്നെ പറഞ്ഞാലും അത് പബ്ലിസിറ്റി ആയി കഴിഞ്ഞു. കോൺഗ്രസിന്റെ കട്ടിൽ അവിടെ പൊങ്ങി നിൽക്കുകയല്ലേ. എല്ലായിടത്തും ജനങ്ങൾ കട്ടിൽ എങ്ങനെയാണ് എടുത്തോണ്ട് പോകുന്നതെന്നുള്ള ഫോട്ടോ വരെ കാണിക്കുന്നു. അതായത് കട്ടിലൊന്നും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ കട്ടിൽ ജനങ്ങൾ തലയ്ക്ക് മേലെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിച്ചല്ലേ മതിയാകൂ. ഏതൊരു കട്ടിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസ് മന്ത്രി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തു. അദ്ദേഹത്തിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. കുറഞ്ഞ പക്ഷം ഈ കട്ടിലെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മനസ്സിന്റെ സ്വരം കേട്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ സ്വരം കേട്ടെന്ന് പറയാം. അതായത് ഏത് കട്ടിലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ സ്വരം കേട്ടോ ആ കട്ടിലാണ് അവർ പൊക്കിക്കൊണ്ടുപോയത്. കാരണം ഭാവിയിൽ ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഒരു സുവർണകാലം അവർ കാണും. ആ കട്ടിലിൽ കിടന്ന് ഉണരുമ്പോൾ സൂര്യന് നല്ല പ്രകാശമുണ്ടാവും, നല്ല വെളിച്ചമുണ്ടാകും, കോൺഗ്രസിന്റെ ഭരണമുണ്ടാവും. അതിൽ തീർച്ചയായും അവർക്ക് നീതിയും ലഭിക്കും.